മാന്യ പ്രേക്ഷകർക്ക് വന്ദനം. നമ്മുടെ പ്രതിവാര ആക്ഷേപഹാസ്യ പരിപാടി അകംപുറം ഇവിടെ ആരംഭിക്കുന്നു. അതിനു മുൻപായി വേദിയിലേക്ക് കടന്നു വരുന്ന മുഴുവൻ വെളിച്ചവും അണച്ചു തന്ന് ഞങ്ങളോട് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അയ്യോ സോറി, ഞാനൊരു നാടക പരിപാടി കഴിഞ്ഞ് വന്നതുകൊണ്ട് പറ്റിപ്പോയതാ. ലൈറ്റ് വേണം. ഏതു കാര്യത്തിനും രണ്ട് വശങ്ങളുണ്ട്, രണ്ട് അഭിപ്രായങ്ങളുണ്ട് എന്നൊക്കെ പറയും പോലെ നമ്മുടെ ജനാധിപത്യത്തിലുമുണ്ടല്ലോ രണ്ട് പക്ഷങ്ങൾ, ഇടതുപക്ഷവും വലതുപക്ഷവും, അല്ലെങ്കിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും. ഭരണപക്ഷം എന്തു ചെയ്താലും പ്രതിപക്ഷം എതിർക്കും, പ്രതിപക്ഷം എന്തു പറഞ്ഞാലും ഭരണപക്ഷം എതിർക്കും. അതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നവരുണ്ട് കേട്ടോ. പരിപാടി ഇനി നിങ്ങളുടെ ക്ഷമ പരീക്ഷിച്ച പണി കിട്ടുമെന്ന് എനിക്കറിയാം. നമ്മുടെ ഗാനഗന്ധർവന് പോലും പരിപാടിക്ക് മുൻപ് ഫിലോസഫി പറഞ്ഞ് സമയം കളഞ്ഞതിന് കൂവല് കിട്ടിയിട്ടുണ്ട്. പിന്നല്ലേ ഈ പാവം ഞാൻ. അതൊക്കെ ഞങ്ങൾക്കറിയാം. നിങ്ങൾ പരിപാടി തുടങ്ങുന്നേ. പ്രതിയുടെ ദേഹത്ത് ചൊറിയണം തേച്ചെന്ന പരാതിയിൽ ഡിവൈഎസ്പിക്ക് തടവും പിഴയും. കഥയുടെ പേര് പുലിവാലായി, കഥാകൃത്ത് ഓട്ടപ്പാച്ചിലിൽ. കുന്തം കൊടച്ചക്രം വിഷയത്തിൽ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാന്റെ കഷ്ടകാലം ഒഴിയുന്നില്ല. പറയാം. ഈ ആക്ഷൻ ഹീറോ ബിജു സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടതാണോ? കണ്ടതാ. എന്നാൽ ആ സിനിമയിലെ ഒരു സീനിനെ വെല്ലുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടന്നത്. കസ്റ്റഡിയിൽ എടുത്തയാളെ ജീപ്പിനുള്ളിൽ വെച്ച് നഗ്നനാക്കി ദേഹമാസകലം ചൊറിയണ തയ്ച്ചു. പിന്നെ എന്ത് കേട്ടാലും കൈയടിക്കുന്ന നമ്മുടെ ഈ സ്വഭാവം നല്ലതല്ല കേട്ടോ. ഞാൻ സീരിയസ് ആയി പറയുക, അയാൾ കുറ്റവാളിയാണെങ്കിലും അല്ലെങ്കിലും ഇതൊരു കടുത്ത മനുഷ്യാവകാശ ലംഘനമായി പോയി എന്നാണ് എൻ്റെ നിലപാട്. ഈ സിനിമയിലൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുകയും കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ ഇവർക്കൊന്ന് അനുകരിച്ചുകൂടെ? കൊടുത്തല്ലോ, 1 മാസം തടവും 500 രൂപ പിഴയും. അടുത്തതും പോലീസുകാരുടെ കഥയാണ്. കഴിഞ്ഞ ദിവസം ഒരു പാവം കലാകാരനായ ഒരു ASI ഒരു കഥ എഴുതി. കഥയുടെ പേര് കോണകവാൽ. അതിന് സിമ്പിൾ അടിക്കണമായിരുന്നോ? കിടക്കട്ടെ, കഥ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ കോണകവാൽ എന്ന പേര് തന്നെ അപമാനിക്കുന്നതാണെന്ന് പറഞ്ഞ് ഇതേ സ്റ്റേഷനിലെ SI SP-ക്ക് പരാതി കൊടുത്തു. തൻ്റെ അതിസാഹസികമായ അന്വേഷണത്തിലൊടുവിൽ ഈ പേര് അതിരു കടന്നതും പ്രാകൃതവുമാണെന്ന് SP കണ്ടെത്തി. നമ്മുടെ പാവം കഥാകാരന്റെ വേതനം 3 വർഷം തടയാൻ കർത്തവ്യനിരതനായ SP നടപടി സ്വീകരിച്ചു. എന്നാൽ നമ്മുടെ കഥാകാരൻ ASI ഉണ്ടോ വിടുന്നു? തൻ്റെ കഥയുടെ പേര് അശ്ലീലമല്ലെന്ന് സ്ഥാപിക്കാൻ വിവരാവകാശ കമ്മീഷൻ വഴി അദ്ദേഹം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സമീപിച്ചു. കോണകവാൽ എന്നത് അശ്ലീല പദമാണോ? അങ്ങനെ വ്യാഖ്യാനിക്കാമോ? എങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്താണ്? എന്നിവയായിരുന്നു ചോദ്യങ്ങൾ. നല്ല രസമുണ്ട്. ഇനിയാണ് മോനെ ക്ലൈമാക്സ്. കോണകവാൽ എന്ന ഒറ്റ പ്രയോഗത്തിന്റെ അർത്ഥം ശബ്ദധാരാവലിയിലോ കേരള ഭാഷാ നിഘണ്ടുവിലോ പരാമർശിക്കുന്നില്ല. രണ്ടിലും കോണകം, വാൽ എന്നിവയുടെ അർത്ഥം വെവ്വേറെയാണുള്ളത്. ഒരു വാക്കിന്റെ അർത്ഥം നിർണയിക്കുന്നത് അതിന്റെ സന്ദർഭം കൂടെ കണക്കിലെടുത്താണ്. ഏത് സന്ദർഭത്തിലാണ് പ്രയോഗിക്കുന്നത് എന്നറിഞ്ഞാലേ അർത്ഥം പറയാൻ കഴിയൂ എന്നായിരുന്നു ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മറുപടി. അയ്യോ, എനിക്ക് വയ്യ. എൻ്റെ ഏമാന്മാരെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, വേറെ എന്തുമാത്രം ഗടാഗടിയൻ കേസുകളാ ഇവിടെ ഒരു തുമ്പും കിട്ടാതെ കിടക്കുന്നേ? പ്ലീസ് ദയവ് ചെയ്ത് ഇതിനെയൊക്കെ ഒന്ന് സൈഡാക്കി കൂടെ? ഇതുപോലെ നല്ല നാടൻ ഭാഷാ പ്രയോഗത്തിന്റെ പേരിൽ കോടതി വിടാതെ വിടുകൂടിയിരിക്കുന്ന ഒരു സംസ്കാര സമ്പന്നൻ നമുക്കുണ്ട് കേട്ടോ. തന്നെ അപ്പൊ എല്ലാം അറിയാം.